നമ്മളിന്ന് ചക്കക്കുരു തീയലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആവശ്യമായവ: ചക്കക്കുരു, 2 സവാള, 3 ഉരുളക്കിഴങ്ങ്, ചെറിയൊരു കഷ്ണം വെള്ളരി, ചെറിയൊരു കഷ്ണം പടവലങ്ങ, ഒരു പച്ചമുളകും കൂടി ആവശ്യമുണ്ട്. എന്തായാലും നമുക്കിത് വൃത്തിയാക്കിയിട്ട് കാണാം. ഇവിടെ നമ്മൾ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ കരിന്തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ പടവലങ്ങായും വെള്ളരിക്കായും അല്പം ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും മതിയാകും. ഇനി നമുക്കിത് നന്നായി കഴുകി അരിഞ്ഞ് വൃത്തിയാക്കാം. ചക്കക്കുരു 2ആയിട്ട് അരിഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ ബാക്കിയെല്ലാം ചതുരത്തിൽ തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇത് നമുക്കിനി അല്പം വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഒരു 3 വിസിൽ വരെ വേവിക്കാം. വേവാൻ നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുക്കാം. ഇതിലൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 3 വിസിൽ വരെ വേവിക്കാം. ഇത്രയും തേങ്ങയാണ് എടുത്തിട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു തേങ്ങയും ഇതിൽ നിന്നും ഒരല്പം കൂടി ചരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും തേങ്ങ ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു കറക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതയുമ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകട്ടെ. ചൂടായ ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുക്കാനായിട്ടിടാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടല്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒരു തുള്ളി പോലും എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. നമുക്കിതിലൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഇത്രയും ഉപ്പാണ് ഇടുന്നത്. ഉപ്പിട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും. നമുക്കിത് മൂപ്പിച്ച് വെച്ചേക്കാം കേട്ടോ. ഇതിപ്പോൾ അല്പം കളർ മാറി വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ കളർ മാറി മൂത്ത് വരണം. ഇതിപ്പോൾ നന്നായി തന്നെ മൂത്ത് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട സാധനങ്ങൾ: 1.5 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില. നമുക്കിതെല്ലാം കൂടി ചട്ടിയിലേക്കിട്ട് മൂപ്പിക്കാം. നമുക്കിത് നന്നായി തന്നെ മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായി തന്നെ മൂപ്പിച്ച് ഒരുമിച്ച് യോജിപ്പിക്കാം. ഇതിപ്പോൾ നമ്മളിട്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് തേങ്ങയുമായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 30 സെക്കൻഡെങ്കിലും നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി മൂപ്പിക്കുക. ഇപ്പോൾ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പച്ചക്കറിയുടെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 വിസിൽ കേട്ടു. ഇനി ഒരു വിസിലും കൂടെ വന്നാൽ നമുക്ക് കുക്കറിൻ്റെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ തേങ്ങയുടെയും മസാലയുടെയും ഒക്കെ പച്ചമണം മാറി നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നേരത്തെ തേങ്ങ ചതച്ച് വെച്ച് അതേ ജാറിൽ തന്നെ നമുക്ക് വറുത്ത് വെച്ച തേങ്ങ പൊടിച്ചെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളമോ എണ്ണയോ ചേർക്കുന്നില്ല. അരച്ചിട്ട് കാണാമേ. നമ്മുടെ തേങ്ങയുടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു തുള്ളി എണ്ണയോ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. നന്നായി മൂത്തത് കൊണ്ടാണ് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കഷ്ണങ്ങളും നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആവി പറക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, കഷ്ണങ്ങളെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരുവും നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു കറിച്ചട്ടിയിലേക്ക് മാറ്റാം. കറിച്ചട്ടിയിലേക്ക് മാറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാവുന്നതാണ്. കറിച്ചട്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് താല്പര്യം കറിച്ചട്ടിലേക്ക് ചേർക്കുന്നതാണ്. നിങ്ങൾക്കിത് കുക്കറിനകത്താണ് അരപ്പ് ചേർത്ത് ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ആകാം. ഇതിൻ്റെ വെള്ളം ഒരല്പം പറ്റിയ ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിരിക്കുന്നു. നമുക്കൊരല്പം വെള്ളം കൂടി ജാറിലേക്ക് ഒഴിച്ച് ജാറ് കഴുകിയ വെള്ളം നമുക്ക് അടുപ്പിലേക്ക് ഒഴിക്കാം. ചട്ടിയിലേക്ക് ഒഴിക്കാം. കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
കറിയിലേക്ക് തക്കാളി ഇട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ഒരൽപ്പം പുളി ആവശ്യമാണ്. ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മളെടുത്തു. അതിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്തു നന്നായി ഒന്ന് പിഴിഞ്ഞ് ഉടച്ച് പുളിവെള്ളം എടുക്കാം. ഈ പുളിവെള്ളം കൂടി നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. നല്ല രീതിക്ക് തന്നെ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കാമ്പ് മാറ്റിയിട്ട് നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീർത്തൊഴിക്കാമേ, നമുക്കത് ഇടണ്ട. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ ഒരൽപ്പം കൂട്ടി തന്നെ ഇരിക്കട്ടെ, ലോ ഫ്ലെയിം വേണ്ട, ഹൈ ഫ്ലെയിം തന്നെ ഇരിക്കട്ടെ. നന്നായിട്ട് ഇളക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കി, ഉപ്പ് ഒരൽപ്പം കുറവാണ്. നമ്മൾ കറിക്ക് ഉപ്പിട്ടിട്ടിരുന്നില്ല, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ചക്കക്കുരു എല്ലാം വേവിച്ചപ്പോൾ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു വേവിച്ചിരുന്നത്. അതോടെ നമ്മൾ തേങ്ങ വറുത്തപ്പോൾ ഒരൽപ്പം ഉപ്പ് ചേർത്തിരുന്നു. പക്ഷേ കറിക്ക് ആവശ്യമായ ഉപ്പില്ല, നമുക്കൊരൽപ്പം ഉപ്പ് കൂടി ചേർക്കാം. ഇത്രയും ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരൽപ്പം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കാം. നല്ല രീതിയിലൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളമായി. കറി നല്ല കുറുകിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു തീയൽ റെഡിയായിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ.